ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ്സിൻ്റെ 2026 പൊതുപരീക്ഷയിൽ അൽ ഫിഖുൽ ഇസ്ലാം നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് ഒന്നാമത്തത്? കോളത്തിൽ ശരീരപ്പെടുത്താൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്ന കാര്യം എന്താണ്? സക്കാത്ത് വിതരണം. 2, അല്ലാഹു തആല ഏറ്റവും നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ് ത്വലാഖ്. 3, അറവിൻ്റെ നിബന്ധനകളിൽപ്പെട്ടതാണെന്ത്? മുസ്ലിമാവൽ അറവിൻ്റെ നിബന്ധനകളിൽപ്പെട്ടതാണ്. അടുത്തതാ, റമദാനിൽ ഫജ്റിന് മുമ്പ് ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കൽ എന്താണ്? സുന്നത്താണ്. ഫജ്റിന് മുമ്പ് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ്. നിഷിദ്ധമായ ഇടപാടാണ് ഊഹക്കച്ചവടം. അടുത്തത്, ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ ഉളൂ ഇല്ലാതെ ശരിയാവാത്തത് ഏതാണ്? ഉളൂ ചെയ്യാതെ ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ തവാഫ് ശരിയാവുകയില്ല. അടുത്തത്, ചേരുംപടി ചേർക്കാനാണ്. നോമ്പുകാരന് കറാഹത്താണ്. എന്താണ് നോമ്പുകാരന് കറാഹത്ത്? വെള്ളത്തിൽ മുങ്ങൽ, ഓപ്ഷൻ ഇ. അടുത്തതാ, ഇഹ്റാം ചെയ്തവന് ഹറാമാണ്, ഓപ്ഷൻ ഡി. നഖം മുറിക്കൽ. അടുത്തത്, നിഷിദ്ധമായ മൈസറിൽ പെട്ടതാണ്. എന്താണ്? ലോട്ടറി വാങ്ങൽ. മൈസറിൽ പെട്ടതാണ് ലോട്ടറി വാങ്ങൽ, ഓപ്ഷൻ എ. നോമ്പ് മുറിയുന്ന കാര്യമാണ്, ഓപ്ഷൻ ബി. മൂക്കിൽ മരുന്നുറ്റിക്കൽ. യുദ്ധസമയത്ത് നിഷിദ്ധമാണെന്ത്? ഓപ്ഷൻ സി. ആഭരണം ധരിക്കൽ. അടുത്ത, വിട്ടഭാഗം പൂരിപ്പിക്കാൻ. റമദാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ്. നനക്കാൻ ചിലവില്ലാത്ത ഈത്തപ്പഴത്തിന് %% സക്കാത്ത് നൽകണം. എത്രയാണ്? നനക്കാൻ ചിലവില്ലാത്ത ഈത്തപ്പഴത്തിന് 10% സക്കാത്ത് നൽകണം. ചിലവുള്ളതാണെങ്കിൽ 5%. പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ചിലവില്ലാത്ത ഈത്തപ്പഴത്തിന് 10%. അടുത്തതാ, തവാഫ് തുടങ്ങേണ്ടത് ഡേഷിൻ്റെ മൂലയിൽ നിന്നാണ്. എവിടുന്നാണ്? ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്നാണ്. നിക്കാഹ് ഡേഷ് മാസത്തിലാവൽ സുന്നത്താണ്. ഷവ്വാൽ മാസത്തിലാവൽ സുന്നത്താണ്. അല്ലാഹുമ്മ അഹില്ലഹു അലൈന. നമ്മൾ അവസാനത്തെ പാഠത്തിൽ കുറച്ച് ദിക്റും ദുആകളും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മാസപ്പിറവി കണ്ടാലുള്ളത് അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ യുംനി വൽ ഈമാനി വസ്സലാമി വൽ ഇസ്ലാമി റബ്ബിക വ റബ്ബുക്കല്ലാഹ്. അപ്പോൾ അതവിടെ പൂർത്തിയാക്കി കൊടുക്കണം. അടുത്തതാ, സുബ്ഹാനല്ലദീ യുസബ്ബിഹുർ റഅദ. ഇടിവെട്ടുമ്പോഴുള്ളത് സുബ്ഹാനല്ലദീ യുസബ്ബിഹുർ റഅദ ബിഹംദിഹി വ മലായികത്തു മിൻ ഖീഫത്തിഹി എന്നത്. അടുത്തതിന് ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. പാത്രങ്ങൾ മൂടി വെക്കുമ്പോൾ സുന്നത്താണ് എന്ത്? ബിസ്മി ചൊല്ലൽ. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയൻ എന്ന് പറയണം എപ്പോൾ? മഴ പെയ്താൽ. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയൻ എന്ന് പറയണം മഴ പെയ്താൽ. ഫിത്ർ സക്കാത്ത് പെരുന്നാൾ ദിവസത്തേക്കാൾ പിന്തിക്കുന്നതിൻ്റെ വിധി എന്ത്? ഹറാമാണ്. ഹജ്ജിന് ഇഹ്റാം ചെയ്യൽ ആരംഭിക്കുന്ന മാസം ഏതാണ്? ഷവ്വാൽ ആദ്യം മുതൽ ദുൽഹിജ്ജ 10 ഫജ്ർ വരെയാണ് അതിൻ്റെ സമയം ഇഹ്റാം ചെയ്യൽ. അപ്പോൾ ഷവ്വാൽ ആദ്യം മുതലാണ്. അപ്പോൾ ഇവിടെ ആരംഭിക്കുന്ന മാസം ഏതെന്ന് വെച്ചാൽ ഷവ്വാൽ എന്ന് എഴുതാം. അടുത്തതാ, ഉളുഹിയ്യ അറുക്കുന്ന മാടിന് എത്ര വയസ്സാവണം? മാടിന് 2 വയസ്സാവണം. 1 വയസ്സുള്ള നെയ്യാട്, 2 വയസ്സുള്ള കോലാട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാടിന് 2 വയസ്സുള്ള മാടാണ്. അടുത്തത് എന്താണ്? കണ്ണിൻ്റെ തെറ്റുകളിൽ നിന്ന് തടയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമേത്? കണ്ണിൻ്റെ തെറ്റുകളിൽ നിന്ന് തടയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം ഏതാണ്? വിവാഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വിവാഹത്തെക്കുറിച്ചിട്ടാണ്. അടുത്തതിന് ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് 4 ഉദാഹരണങ്ങൾ എഴുതുക. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കാൻ പ്രയാസപ്പെടുന്നവർ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നാണ്. അപ്പോൾ അതൊന്ന് 4 എഴുതുക. അടുത്തെന്താണ്? സുഖപ്പെടുമെന്ന പ്രതീക്ഷയില്ലാത്ത രോഗം കാരണം നോമ്പ് ഉപേക്ഷിച്ചവർ എന്ത് ചെയ്യണം? സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം കാരണം നോമ്പ് ഉപേക്ഷിക്കുന്നവർ അവർ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം ഭക്ഷ്യധാന്യം സാധുക്കൾക്ക് കൊടുക്കണം. ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം ഭക്ഷ്യധാന്യം സാധുക്കൾക്ക് കൊടുക്കണം. അടുത്തത്, ഇഫാദത്തിൻ്റെ തവാഫിൻ്റെ സമയം ആരംഭിക്കും എപ്പോഴാണ്? ദുൽഹിജ്ജ 10-ാം രാവിൻ്റെ പകുതി മുതലാണ്
ഇഫാദത്തിൻ്റെ തവാഫിൻ്റെ സമയം ആരംഭിക്കുന്നത്. സക്കാത്തിൻ്റെ അവകാശികളിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന 4 വിഭാഗങ്ങളുടെ പേരെഴുതുക. കടമുള്ളവർ, പാവപ്പെട്ടവർ, ഫക്കീർ, മിസ്കീന്, യാത്രക്കാർ. അപ്പോൾ ഇതിന്ന് 4 പേരവിടെ എഴുതാം. അടുത്തതാണ് വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനി മിൻ ഐരി ഹൗലിൻ മിന്നി വലാ ഖുവ്വത്തിൻ എന്നതാണ് വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. അടുത്ത പലിശയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ത്? പലിശ തിന്നുന്നവരെയും എഴുതുന്നവരെയും അതിന് സാക്ഷി നിൽക്കുന്നവരെയും അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. ഇതാണ് പലിശയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അടുത്തെന്താണ്? ഭക്ഷ്യയോഗ്യമല്ലാത്ത 8 ജീവികളുടെ പേര് എഴുതുക. ഭക്ഷ്യയോഗ്യമല്ലാത്ത: നായ, പന്നി, ചെന്നായ, സിംഹം, പുലി, ആന, കുരങ്ങൻ, പൂച്ച, കുറുക്കൻ, പരുന്ത്, ചെമ്പോത്ത്. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 8 എഴുതാം. ഇനി രണ്ടിലേതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പ് എഴുതാനാണ്. 5 വരി കുറയരുത്. സലാം പറയലിനെ കുറിച്ച്, അക്കീക്ക അറക്കലിനെ കുറിച്ചിട്ട് ഇതിലേതെങ്കിലും ഒന്ന് എഴുതണം. പിന്നെ അടുത്ത ചോദ്യം നോമ്പിൻ്റെ സുന്നത്തുകൾ, പിന്നെ ബിസ്മിയുടെ മഹത്വം. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച്. ഇത്രയാണ് ഫിഖ്ഹുൽ ഇസ്ലാമിലെ ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് വന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പറയുന്നതിൽ മാറിപ്പോകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.